സുഹൃത്തുക്കളെ നമസ്കാരം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് ഇപ്പം പ്രതിപക്ഷം എന്നൊരു ചാനലും പുള്ളിക്കുണ്ട്, KM ഷാജഹാൻ. KM ഷാജഹാനെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം VSൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിയൊക്കെയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് അദ്ദേഹം ഒരു ചാനലും വേറെ കണ്ടില്ല, ഒരു മാധ്യമത്തിലും കണ്ടില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപക്ഷം എന്നുള്ള ചാനലിൽ പുള്ളിയുടെ ഒരു ഇത് കണ്ടു. അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യം, കഴിഞ്ഞ ഞായറാഴ്ച എറണാകുളം ജില്ലയിലെ ഒരു MLA, അതും പുള്ളി പറഞ്ഞിട്ട് CPMൻ്റെ MLA ആണ്, അത് 4 MLAയോ മറ്റോ അവിടെ ഉള്ളത്. ഒരാൾ മന്ത്രിയാണ്, മന്ത്രി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 5 MLA ആയിരിക്കും. P. രാജീവ് മന്ത്രിയാണ്, മന്ത്രിയെ പുള്ളി ഒഴിച്ചു നിർത്തി. മറ്റുള്ള MLAമാരിൽ ഒരു MLA കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് അവിടുത്തെ ഒരു CPM വനിതാ നേതാവിൻ്റെ വീട്ടിൽ വെച്ച് അവൈധ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് നാട്ടുകാരും പുള്ളിക്കാരത്തിയുടെ ഭർത്താവും കൂടി പിടികൂടി. ഇതാണ് പുള്ളിക്കാരൻ ഒത്തിരി സമയമെടുത്ത് സംസാരിച്ചത്. എൻ്റെ രത്നച്ചുരുക്കം ഞാൻ പറയാം. പിടികൂടി. ഒടുവിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പുള്ളിയെ രക്ഷപ്പെടുത്തിയത് എറണാകുളത്തെ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ഈ നടക്കുന്ന സംഭവം പറവൂരാണ് ഇത്, അത് എറണാകുളം ജില്ലയിലാണ്. ഈ പറവൂർ വെച്ച് നടന്ന സംഭവത്തിൽ സമുന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് ഇത് ഒതുക്കി തീർത്തു. CPM നേതാക്കളൊന്നുമല്ല. അപ്പം ഈ CPMും കോൺഗ്രസുമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ ഇത് കൊത്തിപ്പൊക്കി മാർക്സിസ്റ്റ് പാർട്ടിക്കാർ നാശമാക്കിയാണ്. ഇതാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് എതിരായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ട് അത് ഒതുക്കി തീർക്കാനായിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ ന്യൂസൊക്കെ വരുമായിരിക്കും. ഇന്ന് വന്ന ഈ ന്യൂസ് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവം. നമ്മൾ സാധാരണക്കാർക്ക് എന്തോ സംഭവിക്കുന്നത് എന്നും നമുക്കറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടുമൊക്കെ പോവുകയാണ് എല്ലാവരും. ഇതൊക്കെയാണ് സംഭവം. ഓക്കെ, ഗുഡ് നൈറ്റ്.